പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മുടെ സ്കൂളിൻ്റെ ഈ അധ്യയന വർഷത്തെ സ്കൂൾ ലീഡർ തിരഞ്ഞെടുപ്പ് 30-ന് നടക്കുകയാണ് എന്ന് എല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ടാവും. തിരഞ്ഞെടുപ്പിന് മുമ്പുള്ള എല്ലാ പ്രോസസ്സുകളും പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇവിടെ കാണുന്ന പോലെ തിരഞ്ഞെടുപ്പ് തീയതി, നാമനിർദ്ദേശ പത്രിക മാതൃക, ഇലക്ഷൻ്റെ വിജ്ഞാപനം, സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ്, സ്ഥാനാർത്ഥികളുടെ ചിഹ്നം അടക്കമുള്ള വിവിധ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. സ്ഥാനാർത്ഥികളുടെ പ്രചരണവും നടന്നുകൊണ്ടിരിക്കുന്നു. ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ മാത്രമാണ് കുട്ടികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. 5 സ്ഥാനാർത്ഥികളാണ് ഉള്ളത്. 1 ഐഷ AN, മരമാണ് ചിഹ്നം. 2 മുഹമ്മദ് ഇഫ്നാസ് I, സൈക്കിളാണ് ചിഹ്നം. 3 സിയ VA, ലാപ്ടോപ്പാണ് ചിഹ്നം. 4-മത്തെ സ്ഥാനാർത്ഥി അലി ഹസൻ CT, കാറാണ് ചിഹ്നം. 5-മത്തെ സ്ഥാനാർത്ഥിയായിട്ട് അജിൻഷ, മൊബൈലാണ് ചിഹ്നം. നിങ്ങൾ വോട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് സ്ഥാനാർത്ഥികളുടെ പ്രതിനിധീകരിക്കുന്ന നമ്പർ പ്രത്യേകം നോട്ട് ചെയ്യുക. 1, 2, 3, 4, 5 ഇങ്ങനെ കാണുന്ന ഈ നമ്പറുകൾ കൃത്യമായി നോട്ട് ചെയ്യുക. കീപാഡിൽ നമ്മൾ നമ്പറാണ് കൈകൊണ്ട് പ്രസ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനനുസരിച്ച് ആ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ലഭിക്കുകയും ചെയ്യും. ഇവിടെ കാണിച്ച പോലെ സ്ഥാനാർത്ഥിയുടെ ID, അതായത് ID എന്ന് പറയുന്നത് ഈ നമ്പറുകൾ, ഏത് നമ്പറാണോ നിങ്ങൾ വോട്ട് ചെയ്യുന്ന സ്ഥാനാർത്ഥിയുടെ നമ്പർ, ആ നമ്പറിൽ ക്ലിക്ക് ചെയ്യുക. വിരൽ കൊണ്ടാണ്, അല്ലാതെ മൗസും കൊണ്ടല്ല. കീബോർഡിൽ നമ്പർ ക്ലിക്ക് ചെയ്യുകയാണ് വേണ്ടത്. എല്ലാവർക്കും ആർക്കാണ് വോട്ട് ചെയ്യേണ്ടതെന്നൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടാവും. കൃത്യമായിട്ട് ചെയ്യുക. കൂടുതൽ നിർദ്ദേശം തരാൻ ആ സമയത്ത് ക്ലാസ് ടീച്ചേഴ്സ് ഉണ്ടാവും. ഒപ്പം തിരഞ്ഞെടുപ്പിനെ നിയന്ത്രിക്കുന്ന നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് തന്നെയുള്ള പ്രിസൈഡിംഗ് ഓഫീസറും പോളിംഗ് ഓഫീസേഴ്സും ഉണ്ടാവും. അവരുടെ നിർദ്ദേശത്തിനനുസരിച്ച് കൃത്യമായി വോട്ട് രേഖപ്പെടുത്തുക. വിജയാശംസകൾ, സ്ഥാനാർത്ഥികളെല്ലാവർക്കും വിജയാശംസകൾ അറിയിക്കുന്നു. ഈ ജനാധിപത്യത്തിൻ്റെ ഒരു ചെറിയ മാതൃക കൃത്യമായി പ്രയോജനപ്പെടുത്തുക. എല്ലാവരും വോട്ട് ചെയ്യുക. കൃത്യമായിട്ട് മനസ്സിലാക്കുക.